ഈ സ്ഥലം കണ്ടാലേ നമ്മൾ എത്തി നിൽക്കുന്ന വല്ല ഗ്രീൻലാൻഡിലോ അങ്ങനെ വല്ല സ്ഥലത്താണെന്ന് തോന്നിപ്പോവും. പക്ഷെ ഇത് അവിടെ എവിടെയല്ല, ഇത് നമ്മുടെ സെൻട്രൽ ഏഷ്യയിലെ കിർഗിസ്ഥാനിലാണ്. ഫാമിലിയായിട്ട് 2024 ഞങ്ങൾ വിസിറ്റ് ചെയ്തിരുന്ന ഒരു 5 days. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോങ്കോൾ എന്ന സ്ഥലത്തേക്കാണ്. കിർഗിസ്ഥാൻ്റെ ക്യാപിറ്റലായ ബിഷ്കേക്കിൽ നിന്ന് 7 to 8 hours ഡ്രൈവ് ഉണ്ട് ഈ സോങ്കോളിലേക്ക്. അതിൽ തന്നെ ലാസ്റ്റ് 3 hour കംപ്ലീറ്റ് മൗണ്ടൻസ് ആണ്. ഈ സോങ്കോൾ എന്ന് പറയുന്നത് കിർഗിസ്ഥാനിലെ തന്നെ 2nd largest ലേക്കാണ്. ഇത് വേൾഡിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റണ്ണിങ് ആൽപ്പൻ ലേക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇവിടേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റാണ്. ഏതാണ്ട് 3000 meter ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫാമിലി ആണെങ്കിൽ കുട്ടികളും വൈഫൊക്കെ ഉണ്ടാകുമ്പോൾ അവരെത്രമാത്രം കംഫർട്ടാവും എന്നുള്ള ടെൻഷൻ അത് ഭയങ്കരമായിരിക്കും. ഈ സോങ്കോളിലേക്ക് പാക്കേജ് എടുത്തപ്പോൾ ഗൈഡ് വീണ്ടും ചോദിച്ചിരുന്നു സോങ്കോളിലേക്ക് പോകാൻ നിങ്ങൾ ഓക്കെ അല്ലേ എന്നുള്ളത്. പ്രത്യേകിച്ചും ഫാമിലി ആയതുകൊണ്ടായിരിക്കാം. സോങ്കോൾ എന്ന് പറയുന്നത് വളരെ റിമോട്ടായൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ വൈഫൈയോ ഇലക്ട്രിസിറ്റിയോ ഒന്നും പ്രതീക്ഷിക്കരുത്. ഗൈഡ് പ്രത്യേകം പറഞ്ഞിരുന്നു പവർ ബാങ്ക്, എമർജൻസി ലൈറ്റ്, വാം ക്ലോത്ത് ഒക്കെ മസ്റ്റാണെന്നുള്ളത്. ജൂലൈ മാസം ആയതുകൊണ്ട് നമുക്ക് ബിഷ്കേക്കിൽ അത്ര തണുപ്പ് തോന്നിയിരുന്നില്ല. പക്ഷെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെതർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സോങ്കോൾ എന്ന സ്ഥലത്തേക്ക് എത്തുന്തോറും തണുപ്പ് കൂടി വരുന്നുണ്ട്. സോങ്കോളിൽ നിങ്ങൾക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് സമ്മറിൽ മാത്രമേ പോക്ക് നടക്കുള്ളൂ. കാരണം വെച്ചാൽ സോങ്കോൾ ഫുള്ളായിട്ട് ഐസ് മൂടി കിടക്കുകയായിരിക്കും ഈ വിൻ്റർ സമയങ്ങളിൽ. What is this, Abdullah? This name Kamus. Huh? Kamus. Kamas. Yes, horse milk. Horse milk. Okay. Famita. So cute name. നമ്മൾ സ്റ്റേ ആയിട്ട് അവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് കിർഗിസ്ഥാനിൽ തന്നെ ട്രഡീഷണൽ ആയിട്ട് അവരൊക്കെ താമസിക്കുന്ന യോട്ടാണ്. കിർഗിസ്ഥാനിൽ നമുക്ക് പല സ്ഥലങ്ങളിലും യോട്ടിൽ സ്റ്റേ പോസിബിളാണ്. പക്ഷെ ഞങ്ങൾ യോട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് ഈ സോങ്കോളിലാണ്. എനിക്ക് തോന്നുന്നത് സോങ്കോളിൽ നമ്മുടെ ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് അവിടുത്തെ ടോയ്ലറ്റ്സ് ആയിരിക്കും. നമ്മുടെ റഷ്യൻ ടോയ്ലറ്റ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പിറ്റ് ടോയ്ലറ്റ്സ് എന്ന് പറയുന്ന ആ സംഭവം അതിൻ്റെതായ വൃത്തിയൊക്കെ ഉണ്ടെങ്കിലും അത് എത്ര പേർക്ക് ഓക്കെ ആവുമെന്നറിയില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ സോങ്കോൾ പോലൊരു സ്ഥലം അതെല്ലാവർക്കും ഇഷ്ടമാവുമെന്നറിയില്ല. പ്രത്യേകിച്ചും നിങ്ങൾ ലക്ഷറി ട്രാവലൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ സിറ്റി വൈബ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അതേ പറ്റിയൊരു സ്ഥലമല്ല സോങ്കോൾ. സോങ്കോൾ വളരെ റോ ആയിട്ടില്ല, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ സോങ്കോൾ ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം തിരിച്ച് ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് സോങ്കോൾ.
shining like a beacon of bright stars.